പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സ്കേർട്ടിൻ്റെയൊക്കെ കൂടെ ഇടുന്ന ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. തുണി എപ്പോഴും മടക്കി ഇടുന്നത് പോലെ തന്നെ 4 ആയിട്ടാണ് ഇവിടെ മടക്കി എടുത്തിരിക്കുന്നത്. ഈ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുന്നത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 15.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഷോൾഡറിൻ്റെ വീതിയായിട്ട് ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇതേ അളവ് തന്നെയാണ് ആം ഹോളിൻ്റെ ഭാഗത്തും എടുക്കുന്നത്. 6 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെസ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ 4/1 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തെ വണ്ണം ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇവിടെയും നമുക്ക് എത്ര ഇഞ്ചാണോ വണ്ണം വേണ്ടത് അതിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു ഭാഗത്തെ വണ്ണം ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെയും ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു പോർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും 1/2 ഇഞ്ച് വീതിയിൽ ഞാൻ ഓരോ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ചും കൂടി ചേർത്ത് 2 ഇഞ്ചാണ് ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് എടുക്കുന്നത്. എന്നിട്ട് തയ്യൽ തുമ്പും ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അകലം ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് താഴ്ത്തി ചരിച്ചൊന്ന് വരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ഇഞ്ച് അകത്തേക്കെടുത്ത് ഫ്രണ്ട് ഭാഗത്തിനായിട്ട് ഇതുപോലെ അല്പം കുഴിച്ച് വരച്ചെടുക്കാം. പിന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നെക്കിൻ്റെ ലെങ്ത് ഞാൻ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബോക്സ് ആക്കി വരച്ച് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ടക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നീളത്തിനാണ് ടക്ക് എടുക്കുന്നത്. പിന്നെ ബാക്ക് പാർട്ടിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയും തുണി ഞാനിവിടെ 4 ആയിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യാനുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. സ്ലീവിൻ്റെ വീതിയായി ഞാനിവിടെ എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. എന്നിട്ട് ഇവിടെ നിന്ന് അകത്തേക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടത്തെ വണ്ണം വരുന്നത് 5.5 ഇഞ്ചാണ്. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് പോർഷനിലും ടക്കിട്ട് കൊടുക്കാനായി 3.5 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്ക് പാർട്ടിൽ ഞാനൊരു 4 ഇഞ്ച് നീളത്തിലാണ് ടക്കിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അരിക് വശം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിത് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ബാക്ക് പോർഷനിലെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാനായി 2 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് വീതിയിലുമുള്ള ഓരോ പീസ് ഫാബ്രിക്കുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹുക്ക് വയ്ക്കാനുള്ള ഭാഗത്ത് 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടും അകത്തേക്ക് മടക്കി വെച്ച് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അടുത്ത സൈഡിൽ ഇതിൻ്റെ അകവശത്തായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ തയ്യൽ തുമ്പ് അകത്താക്കി ഒന്നും കൂടി ഇതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഹുക്ക് പിടിച്ചിടാനുള്ള ഐ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
പിന്നെ നെക്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഒരു പീസും അകത്തേക്ക് മടക്കി വെച്ച് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവ് ഇതുപോലെ വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തു കൂടി 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.